നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓണക്കാലത്ത് കേരളത്തിന് സൗജന്യ അരി ലഭിക്കും. പിണറായിക്ക് മറുപടിയുമായി ജോർജ് കുര്യൻ. ഓണക്കാലത്ത് കേരളത്തിന് പ്രത്യേക അരി ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തിലെ 42 ലക്ഷം ദരിദ്ര കുടുംബങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുക. 53 ലക്ഷം കുടുംബങ്ങൾക്ക് കിലോയ്ക്ക് 8.30 രൂപ നിരക്കിലും കേന്ദ്ര സർക്കാർ അരി വിതരണം ചെയ്യും. കേരളത്തിന് ആവശ്യമെങ്കിൽ 6 മാസത്തെ അഡ്വാൻസ് അരി നൽകാമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. അതല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് കിലോയ്ക്ക് 22.50 രൂപ നിരക്കിൽ കേന്ദ്രം നൽകുന്ന അരി വാങ്ങണം. അരി കിട്ടുന്നില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണം ശരിയല്ലെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. മൃതദേഹം ഹേമചന്ദ്രന്റേത് തന്നെ. DNA പരിശോധനാ ഫലം പുറത്ത്. ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ കൊലക്കേസിൽ നിർണായക വഴിത്തിരിവ്. മൃതദേഹം ഹേമചന്ദ്രന്റേതെന്ന് തെളിയിക്കുന്ന DNA പരിശോധനാ ഫലം പുറത്ത്. മൃതദേഹം ഉടൻ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കണ്ണൂർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം വയനാട് സ്വദേശി ഹേമചന്ദ്രന്റേതെന്ന് സ്ഥിരീകരിച്ചത്. മുമ്പൊരിക്കൽ DNA പരിശോധന നടത്തിയപ്പോൾ മൃതദേഹം ഹേമചന്ദ്രന്റേതെന്ന് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ഒന്നും ലഭിച്ചിരുന്നില്ല. സാഹചര്യ തെളിവുകൾ വെച്ച് കൊല്ലപ്പെട്ടത് ഹേമചന്ദ്രനാണെങ്കിലും മരിച്ചത് ഹേമചന്ദ്രനാണെന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ DNA ഫലം പോസിറ്റീവ് ആകണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസായിരുന്നു കേസ് അന്വേഷിച്ചത്. ഗൃഹനാഥൻ വെട്ടേറ്റ് മരിച്ചു. അയൽവാസി കസ്റ്റഡിയിൽ. ഓലിക്കൽ സുധനാണ് മരിച്ചത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് സമീപവാസി കുളങ്ങരയിൽ അജിത്താണ് വെട്ടിയത്. പ്രതി അജിത്തിനെ രാജാക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് സംഭവം. ബൈസൺ വാലി ചൊക്രമുടി പാറക്കടവ് ഭാഗത്താണ് കൊലപാതകം നടന്നത്. അജിത്തിന്റെ വീടിന്റെ സമീപത്ത് വെച്ചായിരുന്നു കൊലപാതകം. ആദിവാസികളാണ് വെട്ടേറ്റ് കിടന്ന സുധനെ ആദ്യം കാണുന്നത്. തുടർന്ന് പ്രദേശവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ. തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് വാർഡംഗം ജീവനൊടുക്കിയ നിലയിൽ. ആര്യനാട് കോട്ടയ്ക്കകം വാർഡംഗമായ ശ്രീജിയാണ് മരിച്ചത്. രാവിലെ വീട്ടിൽ വെച്ച് ആസിഡ് കുടിക്കുകയായിരുന്നു. ഇത് കണ്ട വീട്ടുകാർ ഉടൻ തന്നെ ആര്യനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കടുത്ത സാമ്പത്തിക പ്രശ്നമാണ് ജീവനൊടുക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ശ്രീജ മുമ്പും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളതായാണ് വിവരങ്ങൾ. മൃതദേഹം ആര്യനാട് ആശുപത്രിയിൽ. രാഹുലിൽ നിന്ന് തൃപ്തികരമായ വിശദീകരണം ഇനിയും കിട്ടിയിട്ടില്ല. കടുപ്പിച്ച് AICC. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിരപരാധിത്വം തെളിയിക്കണമെന്ന് നിലപാടെടുത്ത AICC. കാര്യങ്ങൾ വ്യക്തമാക്കാതെ ഇനി തുടർ പരിഗണനകളില്ല. രാഹുലിൽ നിന്ന് തൃപ്തികരമായ വിശദീകരണം ഇനിയും കിട്ടിയില്ലെന്നും നേതൃത്വം വ്യക്തമാക്കി. അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചത്.